ലൂക്കോസ് 7 ഞാൻ മറ്റൊരു ഉദാഹരണം കാണിക്കാം. ഇവിടെ നാം ഒരു സ്ത്രീയെക്കുറിച്ച് വായിക്കുന്നു. അവൾ വന്ന് യേശുവിൻ്റെ കാലുകൾ പരിമള തൈലം കൊണ്ട് പൂശി. വളരെ വിലയേറിയ പരിമള തൈലം. നിങ്ങൾക്ക് ആ കഥ അറിയാമല്ലോ. ലൂക്കോസ് 17 ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ. ലൂക്കോസ് 7:37. അതിനർത്ഥം അവളൊരു വേശ്യയായിരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അധാർമികമായി ജീവിക്കുന്ന ഒരു സ്ത്രീ. എൻ്റെ ബൈബിളിൻ്റെ മാർജിനിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. ആ പട്ടണത്തിൽ അവളൊരു വേശ്യയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അവള് ഒരു വെങ്കൽ ഭരണി നിറച്ച് വളരെ വിലയേറിയ പരിമള തൈലവുമായിട്ട് വന്നു. അതിനുള്ള പണം അവൾക്ക് ഇവിടുന്ന് ലഭിച്ചത്. എങ്ങനെയാണ് ആ പണം സമ്പാദിച്ചത്? അവിടെ വേശ്യാവൃത്തിയിൽ നിന്ന്. ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, വേശ്യാവൃത്തിയിൽ കൂടെ സമ്പാദിച്ച പണവുമായിട്ട് നീ ഒരിക്കലും ദേവാലയത്തിലേക്ക് വരരുതെന്ന്. അതൊരു പ്രമാണമാണ്. യേശു അത് അറിഞ്ഞിരുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള ന്യായപ്രമാണം പോലെ. അതുപോലെ യേശുവിന് അറിയാവുന്ന മറ്റൊരു കൽപ്പനയായിരുന്നു ഈ വേശ്യാവൃത്തിയിലൂടെ സമ്പാദിച്ച പണവുമായിട്ട് ദേവാലയത്തിലേക്ക് വരരുതെന്ന്. എന്നാൽ ഇവിടെ ഈ സ്ത്രീ അനേക വർഷങ്ങളായിട്ട് വ്യഭിചാരം ചെയ്ത് സമ്പാദിച്ച പണവുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. വെങ്കൽ ഭരണി നിറച്ച് വിലയേറിയ പരിമള തൈലവും വാങ്ങി. അത് യേശുവിനെ നന്നായിട്ട് അറിയാമായിരുന്നു. അത് അവൻ്റെ കാലിൽ പൂശി. യേശു അത് അംഗീകരിച്ചോ? നിശ്ചയമായിട്ടും അവനത് അംഗീകരിച്ചു. അവളെ പുകഴ്ത്തി. അവൻ പറഞ്ഞു, ഈ സ്ത്രീ അവൾ വലിയൊരു പാപിയാണ്, എന്നാൽ അവിടെ അനേകവിധമായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. ലൂക്കോസ് 7:47. അതുകൊണ്ട് അവൾ വളരെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ പ്രമാണം കാര്യമാക്കുന്നില്ല. വേശ്യയുടെ കൂലി ആലയത്തിലേക്ക് കൊണ്ടുവരരുതെന്നുള്ള പ്രമാണം. ഇവിടെ ആ ആലയം യേശുക്രിസ്തു തന്നെയാണ്. ഈ സ്ത്രീ ആ പ്രമാണമല്ല ആചരിക്കുന്നു. നിശ്ചയമായിട്ട് അവളൊരു യഹൂദ സ്ത്രീ ആയിരുന്നു. വേശ്യാവൃത്തിയുടെ കൂലി ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നുള്ള ആ പ്രമാണം അവൾ അനുസരിക്കായിരുന്നില്ല. ഈ പ്രമാണം വ്യക്തമായിട്ട് അറിയാവുന്ന യേശു അത് അംഗീകരിച്ചു. എന്നാൽ പരീശന്മാർ അവർ പറഞ്ഞു, ഓ ഇല്ല, ഇവൻ ഈ സ്ത്രീ ആരാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അത് സ്വീകരിക്കില്ലായിരുന്നു. 39 വാക്യത്തിൽ ഇവൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെങ്കിൽ ഇവൾ ആരാണെന്ന് അവന് മനസ്സിലായന്. എങ്കിൽ തന്നെ തൊടാൻ അവൻ അവളെ അനുവദിക്കുമായിരുന്നില്ല. ഇവന് കൽപ്പന അറിയില്ലേ? ഈ കൽപ്പന വേശ്യാവൃത്തിയുടെ കൂലി ആലയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്ന്. 39 വാക്യത്തിൽ അവരതാണ് പറയുന്നത്. അതുകൊണ്ട് യേശുവിനെ അവർ സംശയിച്ചു. നാം മുമ്പ് ചിന്തിച്ച കാര്യം എന്തായിരുന്നു? ഞാൻ ആഗ്രഹിക്കുന്ന കരുണയാണ്. അതിൽ നിന്ന് ഞാൻ പഠിച്ച ഇതാണ്, ശരിയായ ആത്മാവിൽ ദൈവവചനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ പുതിയ നിയമം പോലും എനിക്ക് പാപികൾക്ക് നേരെ വളരെയധികം കരുണ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാനൊരു നിയമവാദിയാവും. RLCFലുള്ള നമ്മുടെ ഏറ്റവും വലിയ അപകടം എന്താണ്? നിയമവാദം. ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞ് നിങ്ങളൊരു പ്രമാണമായിട്ട് എടുത്താൽ, ഞാനിന്ന് പഠിപ്പിച്ചതിൻ്റെ ആ അക്ഷരം നിങ്ങളൊരു പൊത്തരുത്തക്കാരനാകും. എല്ലാ കാര്യത്തിലും നിങ്ങൾ പൊത്തരുത്തപ്പെട്ട് ഞാനൊരു കരുണയുള്ളവനാണെന്ന് പറയും. അല്ല, ഒരു യഥാർത്ഥ ആത്മീയന് മാത്രമേ ഇങ്ങനെ ആകാനായിട്ട് കഴിയുള്ളൂ. എവിടെയാണ് ശക്തമായ നിലപാടുകൾ ആവശ്യമുള്ളതെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കണം. എവിടെയാണ് കരുണയുള്ളവനായിരിക്കേണ്ടതെന്ന്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ദൈവകൽപ്പന ആചരിക്കുന്നില്ലെന്ന് തോന്നാം, എന്നാൽ ദൈവഹൃദയത്തെ, ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്കറിയാമായിരിക്കും. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, വചനത്തിൻ്റെ അക്ഷരത്താലല്ല നിങ്ങൾ പിടിക്കപ്പെടേണ്ടത്. ഈ അക്ഷരങ്ങൾക്കപ്പുറത്ത് നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കാം. നഷ്ടപ്പെട്ട പാപിക്കായി തുടിക്കുന്ന ദൈവഹൃദയം. 2 പത്രോസ് 3-ാം അധ്യായത്തിൽ ദൈവഹൃദയത്തെപ്പറ്റി പറയുന്നുണ്ട്. ആരും നഷ്ടപ്പെടരുതെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണമെന്നാണ്. ഈ വചനം അനേക പ്രാവശ്യം എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം തന്നിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഗുരുതരമായ പാപം ചെയ്തവരും. 2 പത്രോസ് 3-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാം വാക്യത്തിൽ എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണം. ചിന്തിച്ചു നോക്കൂ, ഒരാൾ വളരെ മോശമായ പാപം ചെയ്തു. നമ്മൾ പറയും അവനൊരു രക്ഷയുമില്ല. ഒരുപക്ഷെ നീ അങ്ങനെ പറയും. എന്നാൽ കർത്താവ് പറയും അവനും മാനസാന്തരത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ RLCFന് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ പറയും അവനൊരു പ്രത്യാശയുമില്ല. അവനും മാനസാന്തരപ്പെടണമെന്നല്ലേ ദൈവത്തിൻ്റെ ആഗ്രഹം?
മാനസാന്തരപ്പെടാത്ത ഒരാളെ തിരിച്ച് സ്വീകരിക്കണമെന്നല്ല ഞാൻ പറയുന്നു. എന്നാൽ അവരുടെ മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരാളെ നാം തർജ്ജനം ചെയ്യുന്നു, നാം നിലപാടെടുക്കുന്നു. ഒരുത്തൻ തെറ്റ് ചെയ്യുമ്പോൾ നാം അതിനെ എതിർത്ത് നിൽക്കുന്നു. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അവൻ മാനസാന്തരപ്പെട്ട് വരണമെന്നായിരിക്കണം. അവൻ ആ വഴിയിൽ തുടരാനായിട്ട് നാം ആഗ്രഹിക്കരുത്. അവൻ മാനസാന്തരത്തേക്ക് വരണം. നിനക്കെതിരെ മോശപ്പെട്ട പല കാര്യവും ചെയ്തവരോട് നിങ്ങളുടെ മനോഭാവം അങ്ങനെയാണോ? RLCF നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ, കർത്താവെ, ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെട്ട് വരണം. കരുണയുള്ള ആ ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ദൈവത്തിന് നിങ്ങൾക്ക് തരാൻ കഴിയും. എങ്കിൽ ശരിയായി നിങ്ങൾ ദൈവവചനം മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ദൈവവചനം പ്രമാണിക്കുന്നില്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും നിങ്ങൾ ആചരിക്കാതിരിക്കുകയല്ല, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അക്ഷരം പ്രമാണിക്കുന്ന വെറും പരീശന്മാരായിട്ട് തീരും. മറ്റ് നിയമവാദികൾ നിങ്ങളെ ഉന്നതരായിട്ട് കരുതും. എന്നാൽ ദൈവത്തിൻ്റെ അംഗീകാരം നിങ്ങൾക്ക് കിട്ടുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇത് ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും അവിടെ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നല്ലോ. ഞങ്ങൾ താഴ്മയുള്ള ഒരു ഹൃദയത്തോടെ അവിടുത്തെ അടുക്കലേക്ക് ഞങ്ങൾക്കിത് അറിയില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് വരുമ്പോൾ അവിടുന്ന് ഞങ്ങളെ ഇത് പഠിപ്പിക്കുമല്ലോ. കർത്താവെ, ഞങ്ങൾക്ക് ജ്ഞാനവും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അവിടെ നൽകണേ. കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കാനായിട്ട്, അങ്ങനെ നഷ്ടപ്പെട്ടവരോട് സുവിശേഷം പറയുവാനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ.